ഈശോ മിശിഹായിക്ക് സ്തുതി അറിയട്ടെ. ഈ ജീവനെ ഓർത്ത്, ജീവിതത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് ഈ പ്രഭാതം ആരംഭിക്കാം. കുരിശു വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പതരാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. പതരാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതിങ്ങനെ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതിങ്ങനെ. ഒരു കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും, ഒരു കോടി നാവെനിക്കേകിയാലും, നിറകോടി നന്മയാ നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. നിറകോടി നന്മയാ നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. ഒരു കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും, ഒരു കോടി നാവെനിക്കേകിയാലും. 66 സങ്കീർത്തനം 8-9 വാക്യങ്ങൾ. ജനതകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, അവിടുത്തെ സ്തുതിക്കുന്ന സ്വരം ഉയരട്ടെ. അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു, നമ്മുടെ കാല് ഇടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഓരോ പ്രഭാതവും ഒരു അത്ഭുതമാണ്. പലപ്പോഴും അസ്വാഭാവിക കാര്യങ്ങളെ പ്രതി നമ്മൾ കർത്താവിന് നന്ദി കരയറ്റാറുണ്ട്. എന്നാൽ ഈ സങ്കീർത്തന വാക്യങ്ങൾ നമ്മെ ക്ഷണിക്കുകയാണ്, മറന്നുപോകുന്ന നന്മകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുവിൻ എന്ന്. ദ ഗിഫ്റ്റ് ഓഫ് ബീയിങ് അലൈവ്. അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു. ഉയിരോടെ ഉള്ളതിനെ പ്രതി, നമ്മുടെ ജീവനെ കർത്താവ് കാത്തതിനെ പ്രതി കർത്താവിന് നന്ദി കരയേറ്റുവിൻ. സങ്കീർത്തകൻ തിരിച്ചറിയുന്നത് ജീവൻ തന്നെ കർത്താവിൻ്റെ മഹാദാനമാണെന്ന്. ഒന്നാലോചിച്ചാൽ, ജീവിച്ചു തീർത്ത ജീവിതത്തിൻ്റെ നാൾ വഴികളെ തിരിച്ചറിഞ്ഞ് നാം ഏറ്റുപറയും, എല്ലാം കർത്താവിൻ്റെ ദാനമാണ്. ഒരിക്കലും ചിന്തിക്കാത്ത വഴികളിലൂടെ ഈ ജീവിതം നമ്മെ കൊണ്ടുപോയിട്ടുണ്ട്. കാണാത്ത അപകടങ്ങൾ നമ്മൾ കാണേണ്ടി വന്നിട്ടുണ്ട്. തകർത്ത് കളയുമെന്ന് കരുതിയ നേരത്തു നിന്ന്, ഇടങ്ങളിൽ നിന്ന് ദൈവപരിപാലനയിൽ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ശക്തിയോ നമ്മുടെ ജ്ഞാനമോ നമ്മുടെ പ്ലാനിങ്ങിൻ്റെ മെച്ചമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ പരിപാലനയാണ്. പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. അതുകൊണ്ട് കൃതജ്ഞതയോടെ നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. സാധാരണ പ്രഭാതങ്ങളെ കൃതജ്ഞത രൂപാന്തരപ്പെടുത്തും. നന്ദിയോടെ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ആ ദിവസം തന്നെ അനുഗ്രഹത്തിൻ്റെ തുടർച്ചയായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഓർമ്മ വച്ച കാലം മുതൽ ഈ ദിവസം വരെ പരിപാലനയുടെ കരം എൻ്റെ നേരെ നീട്ടുന്ന എൻ്റെ കർത്താവേ, എപ്പോഴും എൻ്റെ ചാരത്തായിരുന്നു കൊണ്ട് എന്നെ കാത്തുപരിപാലിക്കുന്ന സ്നേഹമേ, ഈ പ്രഭാതത്തിൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഓരോ ശ്വാസത്തെ പ്രതി, ഓരോ പുലരിയെ പ്രതി,
കർത്താവെ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെ പ്രതി, ശുശ്രൂഷിക്കാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന നേരങ്ങളെ പ്രതി നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഞങ്ങൾ ഈ ദിവസം ആരംഭിക്കുമ്പോൾ തിരുമുമ്പാകെ ഞങ്ങൾ യാചിക്കുന്നു. പാപത്തിലേക്ക് ഇടറി വീഴുന്നതിൽ നിന്ന് ഞങ്ങളുടെ പാദങ്ങളെ നീ കാക്കണമേ. ഭയത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന് ഞങ്ങളുടെ മനസ്സിനെ നീ പരിപാലിക്കണേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ശാന്തി, ജ്ഞാനം, ആനന്ദം നിറയ്ക്കണേ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.